അപ്പോൾ നമ്മുടെ കർഷകർക്ക് ഇനി ബുക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് അവസരം കാര്യങ്ങളൊക്കെ? ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കാര്യം പറയാം, ഇനിയിപ്പോൾ ജൂൺ 20 കഴിയാണ്ട് ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടില്ല. ജൂൺ 20 കഴിയാണ്ട് നമ്മുടെ പോത്തുംകുട്ടികൾ ഇനി കിട്ടില്ല. ബുക്ക് ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതെ അല്ലേ? ഇപ്പം നമ്മളിൽ വന്നിട്ടുള്ള 230 തൊട്ടിട്ട് 110 വരെ കിലോ ഉള്ള പോത്തുകളാണ് വന്നിട്ടുള്ളത് അല്ലേ? അത് ഇതൊക്കെ ഓൾറെഡി ബുക്കിംഗ് കഴിഞ്ഞാൽ ഇതെല്ലാം ബുക്കിംഗ് കഴിഞ്ഞു, ഇതെല്ലാം നാളെ. അപ്പോൾ നമ്മുടെ ഇനി മുന്നേ ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ എന്നും നമ്മുടെ റീച്ചാടൻ പറയുന്ന പോലെ മുന്നേ ബുക്ക് ചെയ്തിട്ട് വേണം ഇതുപോലത്തെ ഉള്ള ക്വാളിറ്റി ഉള്ള പോത്തിനെ കൊണ്ടുവരാനായിട്ട് കേട്ടോ. കണ്ട നമ്മുടെ ഇതുപോലത്തെ കണ്ടില്ലേ, ഇപ്പം രോമം കാര്യങ്ങളൊന്നും ഇങ്ങനെ ഇല്ല. അപ്പോൾ നമ്മുടെ കർഷകർക്ക് ഒരു ഡൗട്ടാണ്, ഇത് എന്താണ് സംഭവം? ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടുത്തെ കാലാവസ്ഥയുടെ, അവിടുത്തെ അല്ല നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ. അവിടെ നല്ല തണുപ്പാകുമ്പോൾ രോമം ഉണ്ടാവും. അതെ. ഇതിന് രോമം ഉണ്ടോ? ഇതിന് ഇല്ല ഇല്ല. ഇത് വളർത്തനാണ്, ഇവിടെ വളർത്തനാണ്. ഇത് സുൽത്താനാണ്, ഇത് വളർത്തനാണ്. ഇതിന് രോമം ഉണ്ടോ? ഇല്ല ഇല്ല, നമ്മുടെ സുൽത്താനാണത്. അതേമാതിരി അതെ, ഇതും വളർത്തനാണ്. ഈ 5 എണ്ണം ഇവിടെ വളർത്തനാണ്. 5 പോത്തിനെ നമ്മുടെ റീച്ചാട്ടം വളർത്തുന്നുണ്ടല്ലേ? ഇതൊക്കെ ഇങ്ങനെ രോമന് ക്ലൈമറ്റിന്റെ പ്രശ്നമാണെന്നാണ് പറയണത് അല്ലേ? അപ്പോൾ അതെ 5 പോത്തിനാണ് നമ്മുടെ റീച്ചാട്ടം ഇവിടെ ഫാമിൽ നോക്കണത്. ഇത് രണ്ടും അതുപോലെ തന്നെ ഇതും. പിന്നെ നമ്മുടെ സുൽത്താൻ എന്ന് പറഞ്ഞ പോത്തുണ്ട്, നമുക്ക് ആ സുൽത്താൻ നമുക്കൊന്ന് കാണാം. അതെ, ഇതാണ് ഇവിടെ റീച്ചാട്ടം വളർത്തുന്ന ഏറ്റവും ചെറിയ പോത്ത് സുൽത്താൻ എന്ന് പറഞ്ഞിട്ട്. ആ പോത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ കണ്ട.